കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രക്കാരായ സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി സി.പി. ജോൺ. പൈസയില്ലാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടുന്നു. ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിൽ കിടക്കും. സ്വകാര്യ ബസ് ഉടമകളുടെ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പാലക്കാട് നടത്തിയ യോഗത്തിലായിരുന്നു പ്രിയദർശിനി യാത്രക്കാരെ ലക്ഷ്യമിട്ട് ഗതാഗത മന്ത്രിയുടെ അവഹേളന പരാമർശം. പ്രിയദർശിനി വിജയിക്കാൻ കാരണം സ്ത്രീകളുടെ വിചിത്ര മനോഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി അവഹേളന പരാമർശത്തിലേക്ക് കടന്നത്. എത്ര ബസ് വന്നാലും പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനത്തിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കും. ചികിത്സയുടെ കാര്യത്തിലും സമാനമായ മനസ്ഥിതിയാണ്. ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കെഎസ്ആർടിസി ബസ് അപകടത്തിൽപ്പെട്ട ദിവസത്തിൽ തന്നെയായിരുന്നു ജില്ലയിൽ മന്ത്രിയുടെ പരിപാടി. സംഭവസ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകാത്തതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞ പരാമർശങ്ങളും ഏറെ വിവാദമായിരുന്നു. ഞാൻ അവിടെ പോവാതിരുന്നത്, അവിടെ ആരുമില്ല. ഞാൻ ഇവിടെ വരുന്നതിന് പകരം അവിടെ ആരുമില്ലാതെ ഒരു മരത്തിലിടിച്ച ബസ് കാണാനായിട്ട് എത്രയോ കിലോമീറ്ററുകൾ പോകണം വേണ്ടേ? ജില്ലയിലെ എല്ലാ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും നെല്ലിയാമ്പതിയിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചപ്പോഴും ജില്ലയിലുണ്ടായിരുന്ന കെഎസ്ആർടിസിയുടെ മന്ത്രിക്ക് സ്ഥലം സന്ദർശിക്കുന്നതിനോട് പുച്ഛം. കൈരളി ന്യൂസ്, പാലക്കാട്.